ആരാധനയുടെ ഗുണഭോക്താവ് ആര്? ഫിലിപ്പിയർ 4:20 നാം ധ്യാനിച്ചു വരികയാണ്. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. അമ്മേൻ. ദൈവത്തിന് മഹത്വം എന്ന് നാം മനസ്സുകൊണ്ട് പറയുമ്പോൾ ദൈവത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ദൈവത്തിന് വോട്ട് കൂടുതൽ കിട്ടുകയാണോ? ദൈവത്തിന് സന്തോഷം കൂടുതലുണ്ടാകുകയാണോ? ആയുസ് കൂടുതലുണ്ടാകുകയാണോ? ഇമോഷണലാകുകയാണോ? ഇങ്ങനെയുള്ള ബാലിശമായ ചിന്തകൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ട്. നമുക്ക് ഇല്ലായിരിക്കാം, പക്ഷെ ഒരു പറ്റം ആളുകൾക്ക് ഉണ്ട്. ആകയാൽ നമുക്കതിനെ ജയിക്കണം. വാസ്തവത്തിൽ ആരാധനയുടെ ഗുണഭോക്താവ് ദൈവമല്ല, നമ്മളാണ്. രാജാവിനെ ബഹുമാനിച്ചാൽ രാജാവിനാണോ പ്രയോജനം, പ്രജയ്ക്കാണോ പ്രയോജനം? പ്രയോജനത്തിന് വേണ്ടി ബഹുമാനിക്കുന്നത് ഒരു തരം വ്യാജമാണ്, ഒരു തരം തട്ടിപ്പാണ്. എന്നാൽ രാജാവ് ബഹുമാനത്തിന് അർഹനാണ്, അതുകൊണ്ട് ബഹുമാനിക്കുന്നു. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുന്ന സമയത്ത് ബഹുമാനിച്ചില്ലെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷ അത്ര ചെറുതായിരിക്കില്ല. അത് കോടതിയിലോ മറ്റോ പോയാൽ അതിൻ്റെ ഗൗരവം അറിയാം. പട്ടാളത്തിലോ പോലീസിലോ ജോലി ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചാലും അതിനെപ്പറ്റി പറഞ്ഞു തരും. വേണ്ടതുപോലെ ഡിസിപ്ലിനിൽ ജീവിക്കുന്ന ഏതൊരു സമൂഹത്തിലും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. ഒരു സല്യൂട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷ അല്പം വലുതായിരിക്കും. ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചില്ലെങ്കിൽ, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം നാം വിചാരിക്കുന്നതിലും വലുതായിരിക്കും. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞ് അവർ മൂഢരായിപ്പോയി എന്നിങ്ങനെ റോമാലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തിന് ഒരു ക്ഷീണവും സംഭവിക്കുന്നില്ല. പക്ഷേ നാം ആരാധിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണം സംഭവിക്കുമോ? സംഭവിക്കും. ഇത് ഒരു പാഠമായിരിക്കട്ടെ, മാഞ്ഞു പോകാത്തൊരു പാഠമായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.